മറിയം ബീവിയുടെ പരീക്ഷണഘട്ടം ഓർമ്മയില്ലേ? അതീവ ദുഃഖിതയായിരുന്ന സമയത്ത് അവരോട് പറയപ്പെട്ടു, فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا. താഴ്ഭാഗത്ത് നിന്നൊരാൾ അവരെ വിളിച്ചു പറഞ്ഞു, ദുഃഖിക്കേണ്ട, നിങ്ങളുടെ രക്ഷിതാവ് താഴെ ഒരു അരുവി ഉണ്ടാക്കിയിരിക്കുന്നു. സൂറത്തു മറിയമിലെ ആയത്താണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആശ്വാസവാക്കുകൾ ആവശ്യമില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മറിയം ബീവി ആകുമായിരുന്നു. പക്ഷെ എത്രയായാലും നമ്മളൊക്കെ മനുഷ്യരല്ലേ. ആശ്വസിപ്പിക്കാൻ, ചേർത്ത് നിർത്താൻ, തണലേകാൻ ഒരു കൂട്ട് വേണ്ടവരാണ് നമ്മളൊക്കെ. ഒരു മനുഷ്യ വിളക്ക് ഇങ്ങനെ കെടാൻ പോവുകയാണ് എന്ന് തോന്നുമ്പോൾ അയാളെ ചേർത്ത് നിർത്തുക, ആശ്വാസവാക്കുകൾ കൊണ്ട് അയാളെ ഒന്നുകൂടെ പ്രകാശിപ്പിക്കുക. പ്രവാചകന്മാർക്ക് ശേഷം സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനും വിശ്വാസത്തിൽ അത്യുന്നതനുമാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗർ ഗുഹയിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതൊന്ന് നോക്കൂ. അബൂബക്കർ, നമ്മൾ രണ്ടുപേരല്ലല്ലോ, മൂന്നാമനായി അള്ളാഹു ഉണ്ടല്ലോ. അബൂബക്കർ, താങ്കൾ വിഷമിക്കേണ്ടതില്ല, അള്ളാഹു കൂടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ നോക്കൂ. തൻ്റെ എല്ലാമായിരുന്ന ബീവി ഖദീജ റളിയല്ലാഹു അൻഹയും അബൂ ത്വാലിബും വിട പറഞ്ഞപ്പോൾ ആ ഹൃദയം എത്രമാത്രം വേദനിച്ചിരുന്നു. ആ ഹൃദയ വേദന കണ്ടറിഞ്ഞാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കാനെന്നോണം ഇസ്രാ മിഅ്റാജ് ഒരുക്കുന്നത്. ചിലപ്പോഴൊക്കെ ലോകം മുഴുവൻ ആശ്വസിപ്പിച്ചാലും മതിയാവാത്ത അത്രയും സങ്കീർണമാവും ഓരോ മനുഷ്യരുടെയും കാര്യങ്ങൾ.